അരുൺ, ഗൗരവതരമായ വിഷയമാണ് ശരണ്യ ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ പോലീസിന്റെ പ്രതിപട്ടികയിലാണ് ഇടം നേടിയിട്ടുള്ളത് CPIM-ന്റെയും DYFIയുടെയും ഒക്കെ നേതാക്കൾ, മറിച്ച് ഏതെങ്കിലും മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകളിൽ അല്ല. ഇപ്പോഴിതാ ഈ വിജയകൃഷ്ണന്റെ പേരുകൂടി ശരണ്യ അതിലേക്ക് ചേർത്ത് വെക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ച 5 മാസമായിട്ടും കാര്യമായ നടപടികളൊന്നുമില്ല എന്ന്. അപ്പോൾ നേതാക്കളിൽ ഒരു വിഭാഗം തന്നെയാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത്. ഇങ്ങനെയൊരു ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. യോഗം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതോടൊപ്പം തന്നെ LDF കൺവീനർ ഇന്ന് ഈ യോഗത്തിൽ LDF യോഗം നടക്കാൻ പോകുന്നു. ആ യോഗത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം പങ്കെടുക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഉണ്ടല്ലോ. അഭിലാഷ്, ഇടതുമുന്നണി യോഗം വൈകിട്ടാണ്. അത് EP ജയരാജനാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അഭിലാഷ് ചോദിച്ചു വന്നത്, ആലപ്പുഴയുടെ സംഘടനാ പ്രശ്നങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് ഈ ലഹരി മാഫിയ ബന്ധമാണ്. പാർട്ടിയുടെ മുഖമായി, DYFIയുടെ മുഖമായി നിൽക്കുന്ന ആളുകൾ തന്നെ, ജില്ലയിൽ നിൽക്കുന്ന ആളുകൾ തന്നെ ഇത്തരം ആരോപണങ്ങൾ നേരിടുമ്പോൾ സ്വാഭാവികമായും വലിയ സംഘടനാ പ്രശ്നമായി മാറുമെന്ന ഉറപ്പാണ്. പ്രത്യേകിച്ചും സർക്കാർ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നു. CPM-ഉം DYFIയും ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നു. SFI വലിയ പ്രചരണ പരിപാടികളുമായി രംഗത്തുണ്ട്. ആ സാഹചര്യത്തിൽ പാർട്ടിയുടെ വിദ്യാർത്ഥി യുവജന നേതാക്കൾ ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടുകയും അത് പാർട്ടി പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്ന CPM-ന് അങ്ങനെ കണ്ണടച്ച് ചർച്ച ചെയ്യാതെ പോകാൻ കഴിയുന്ന വിഷയമല്ല. അതിനപ്പുറത്തേക്ക് കുട്ടനാട് ഉൾപ്പെടെയുള്ള ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലും ഗുരുതരമായ സംഘടനാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. പ്രവർത്തകർ കൊഴിഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഈ സാഹചര്യം പൊതുവിൽ പാർട്ടി ചർച്ച ചെയ്യും. പാർട്ടിയുടെ തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗൗരവമുള്ള ചർച്ചകൾ ഉണ്ടാകും. ഇന്നലെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത സജി ചെറിയാൻ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും ജില്ലയിലെ സാഹചര്യങ്ങൾ, ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലം ഒക്കെ സജി ചെറിയാനും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദീകരിക്കേണ്ടി വരും. അതുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് LDF-ന്റെ യോഗം ചേരുന്നത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം LDF കൺവീനർ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്.